ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ് നെടുമങ്ങാട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നെറ്റ്വർക്ക്. കാരണം നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെറ്റ്വർക്കിനെ കുറിച്ച് ഒരുപാട് ടെക്നിക്കലി ഭയങ്കര ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ നെറ്റ്വർക്ക് ഡിവൈസസ്, നെറ്റ്വർക്ക് ടോപ്പോളജി, എന്താണ് നെറ്റ്വർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഇതിനകത്തുനിന്നുള്ള കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യത വളരെയധികം വലുതാണ് കേട്ടോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നെറ്റ്വർക്ക് ടോപ്പോളജിയാണ്. നെറ്റ്വർക്ക് ടോപ്പോളജി, വാട്ട് ഈസ് നെറ്റ്വർക്ക് ടോപ്പോളജി? ഇത് മിക്കവാറും PSC പരീക്ഷകൾക്കെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നെറ്റ്വർക്കിംഗ് എന്ന് അല്ലെങ്കിൽ നെറ്റ്വർക്ക്സ് എന്ന് സിലബസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കുവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത്. പഠിക്കുവാൻ വളരെയധികം സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് കാണുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഒരു ചെറിയ കഷ്ണം പേപ്പറോ അല്ലെങ്കിൽ ഒരു പുസ്തകമോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കോ എടുത്ത് വെക്കുക. ഞാൻ പറയുന്ന ഫാക്റ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് കുറിച്ചെടുക്കുക. അപ്പോൾ നോക്കാം. A network topology describes the arrangement of the elements of a communication network. അപ്പോൾ എന്താണ് നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനകത്ത് ഒരുപാട് എലമെന്റുകൾ കാണും. എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള വിവിധ ഡിവൈസുകൾ കേട്ടോ. അതാണ് ഇവിടെ ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത്, ലിങ്കുകൾ, നോഡുകൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു നെറ്റ്വർക്കിനകത്ത് ഉള്ള ഡിവൈസസിനെ എല്ലാം ഫിസിക്കലി എങ്ങനെയാണോ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് സ്ട്രക്ചറിലാണോ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിനെ പറയുന്ന പേരാണ് ടോപ്പോളജി. നമുക്ക് ഇങ്ങനെ പറയാം, ഫിസിക്കൽ അറേഞ്ച്മെന്റ്സ് ഓഫ് ഡിവൈസസ് ഇൻ എ നെറ്റ്വർക്ക് ഈസ് കാൾഡ് നെറ്റ്വർക്ക് ടോപ്പോളജി. ഒരു നെറ്റ്വർക്കിനകത്ത് ഡിവൈസുകളെ ഫിസിക്കലി നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയെ നമുക്ക് നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയാം കേട്ടോ. ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഡിവൈസുകളെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് നോഡ്സ്. NODES. നോഡ്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ആവാം, ഹബ് ആവാം, സ്വിച്ച് ആവാം, റൗട്ടർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ലിങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കേബിളുകളാണ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ മീഡിയംസ് ആണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ എന്താണ് നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെറ്റ്വർക്ക് ടോപ്പോളജി describes the arrangement of the elements of a communication network. It is like the layout or map of a network. ശരിക്കും പറഞ്ഞാൽ ഇതെന്താണ്? ഒരു നെറ്റ്വർക്കിന്റെ ലേഔട്ട് എന്നും പറയാം, മാപ്പ് എന്നും പറയാം. ഒരു നെറ്റ്വർക്കിന്റെ ലേഔട്ട് എന്നും പറയാം, മാപ്പ് എന്നും പറയാം. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ, ഒരു ഓർഗനൈസേഷനിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി എടുക്കുകയാണ്. അവിടെയുള്ള ആ ഒരു റിക്വയർമെന്റിന്റെ അടിസ്ഥാനത്തിലും ആ ഓർഗനൈസേഷന്റെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ അവരുടെ ഒരു വർക്കിംഗ് ടെക്നിക്കിന്റെ അടിസ്ഥാനത്തിലും ഒക്കെ ആയിരിക്കും നെറ്റ്വർക്കിന്റെ ലേഔട്ട് അല്ലെങ്കിൽ ടോപ്പോളജി ഡിസൈൻ ചെയ്യുക കേട്ടോ. അപ്പൊ ടോപ്പോളജി എന്ന് പറയുമ്പോഴത്തേക്ക് പല തരത്തിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെറ്റ്വർക്കിനകത്തുള്ള ഡിവൈസുകളെ നമുക്ക് ഫിസിക്കലി അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വ്യത്യസ്ത ടോപ്പോളജിയുടെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ലൈക്ക് ദ ലേഔട്ട് ഓർ മാപ്പ് ഓഫ് എ നെറ്റ്വർക്ക്. Think of it as the blueprint for how devices connect and communicate. ശരിക്കും പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിനകത്ത് ഡിവൈസസ് എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, എങ്ങനെ അത് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇതിനെല്ലാം നമുക്ക് ടോപ്പോളജി ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഡെസ്ക്രൈബ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതാണ് നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ നെറ്റ്വർക്ക് ഫിസിക്കൽ ടോപ്പോളജി അല്ലെങ്കിൽ നെറ്റ്വർക്കിന് നമുക്ക് നെറ്റ്വർക്ക് ടോപ്പോളജി, ഫിസിക്കൽ ടോപ്പോളജി എന്ന് പറയാം കേട്ടോ. അപ്പോൾ നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുമ്പോൾ പല തരത്തിലുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ഒരു ടോപ്പോളജിയാണ് ബസ് ടോപ്പോളജി. 2 സ്റ്റാർ ടോപ്പോളജി. 3 റിംഗ് ടോപ്പോളജി. 4 മെഷ് ടോപ്പോളജി. 5 ട്രീ ടോപ്പോളജി. 6 ഹൈബ്രിഡ് ടോപ്പോളജി. ഇത്രയും ടോപ്പോളജീസ് ആണ് പ്രധാനമായിട്ടും നെറ്റ്വർക്ക് ടോപ്പോളജിക്കകത്ത് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ പ്രധാനപ്പെട്ട നെറ്റ്വർക്ക് ടോപ്പോളജീസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പറയുക: ബസ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, മെഷ് ടോപ്പോളജി, ട്രീ ടോപ്പോളജി, ഹൈബ്രിഡ് ടോപ്പോളജി. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ഈ ടോപ്പോളജികളുടെ പേരും മറ്റെന്തെങ്കിലും ടേം കൊടുത്ത് തന്നിട്ട് ഇതിനകത്ത് ടോപ്പോളജി ഏതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറയും, അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ ഓഡ് വൺ ഔട്ട്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് PSC കൊണ്ടുവരും കേട്ടോ. അതുകൊണ്ട് ബസ് എന്നും സ്റ്റാർ എന്നും റിംഗ് എന്നും മെഷ് എന്നും ട്രീ എന്നും ഹൈബ്രിഡ് എന്നും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഇവരെല്ലാം ആരാണ്?
ടോപ്പോളജീസ് ആണ്, നെറ്റ്വർക്ക് ടോപ്പോളജീസ് ആണ്. ഓക്കെ, ദെൻ ഇനി ഈ ഓരോ ടോപ്പോളജിയും എന്താണ്, എങ്ങനെയാണ് ഇതിനകത്ത് ഡിവൈസസിനെ അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യം പരിശോധിക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജി പഠിക്കുവാൻ വളരെയധികം സിമ്പിൾ ആണ്. അതിന്റെ ഒരു സ്ട്രക്ചർ, ആ ഒരു ലേഔട്ട് മാത്രം ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ നമുക്ക് സൂപ്പർ ആയിട്ട് പറയാൻ പറ്റും കേട്ടോ. ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോൺസെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓൾ ഡിവൈസസ് ആർ കണക്റ്റഡ് ടു എ സിംഗിൾ സെൻട്രൽ കേബിൾ. ഈ ബസ് ടോപ്പോളജിയിൽ ആ ഒരു നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ ഡിവൈസസിനെയും ഒരു സിംഗിൾ സെൻട്രൽ കേബിൾ ഉപയോഗിച്ചിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. അതിന്റെ ഒരു സ്ട്രക്ചർ ഞാൻ ഇവിടെ ഒന്ന് വരച്ച് കാണിക്കാം. ഇതാ ഇപ്പോൾ ഞാൻ ഈ വരച്ചിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ കേബിൾ ആണ് കേട്ടോ, സെൻട്രൽ കേബിൾ. ആ സെൻട്രൽ കേബിളിനെ നമുക്ക് ബസ് എന്ന് എന്ത് ചെയ്യാം, പറയാം കേട്ടോ, ബസ് എന്ന് പറയാം. രണ്ട് ടെർമിനേഷൻ പോയിന്റ് ഉണ്ടാവും. ഇതൊരു ടെർമിനേഷൻ പോയിന്റ്, ഇത് മറ്റൊരു ടെർമിനേഷൻ പോയിന്റ്. ദെൻ ഇവിടെ ഈ ഒരു സെൻട്രൽ കേബിളിലായിരിക്കും ആ നെറ്റ്വർക്കിനകത്തുള്ള ഡിവൈസസ് അല്ലെങ്കിൽ നോഡുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ വരയ്ക്കുന്നത്, ഈ സ്ക്വയർ ആയിട്ട് വരയ്ക്കുന്നതെല്ലാം എന്താണ്, കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു നെറ്റ്വർക്കിനകത്തുള്ള വിവിധ ഡിവൈസുകളാണ്. എ, ബി, സി, ഡി, ഇ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ലേബിൾ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു സെൻട്രൽ കേബിൾ ഉണ്ട്. ഈ ഒരു സെൻട്രൽ കേബിളിലാണ് ഈ നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ ഡിവൈസുകളെയും എന്ത് ചെയ്തിരിക്കുന്നത്, പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ സെൻട്രൽ കേബിളിനെ നമുക്ക് ബസ് എന്ന് പറയാം. കുറച്ചും കൂടി ടെക്നിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് ട്രങ്ക് ലൈൻ എന്നും എന്ത് ചെയ്യാം, പറയാം കേട്ടോ. ട്രങ്ക് ലൈൻ എന്നും എന്ത് ചെയ്യാം, നമുക്ക് പറയാം. ഈ ഒരു സെൻട്രൽ കേബിളിനെ നമ്മൾ പറയുന്ന പേര് ഒന്നെന്താണ്, ബസ് എന്നും പറയാം, ട്രങ്ക് ലൈൻ എന്നും പറയാം. അപ്പൊ ഈ ബസ് ടോപ്പോളജി ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെയധികം എളുപ്പമാണ്. കാരണം ഒരു സെൻട്രൽ കേബിളിന്റെ ഇരുവശത്തുമായിട്ടും അല്ലെങ്കിൽ ആ ഒരു കേബിളിലായിരിക്കും ആ ഒരു നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ ഡിവൈസുകളെയും നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ കേബിളിന് എന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ആ എൻറ്റയർ നെറ്റ്വർക്ക് എന്ത് ചെയ്യും, അടിച്ചു പോകും. അതൊരു പ്രശ്നമാണ് കേട്ടോ. ആ കേബിളിന് എന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ, ഡാമേജ് വന്നു കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിനകത്ത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യില്ല, നടക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ ഈ ഒരു പടം റഫായിട്ടൊന്ന് വരച്ചെടുക്കുക. ഈ ഒരു ഒറ്റ പടം വെച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബസ് ടോപ്പോളജിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആൻസർ പറയാനായിട്ട് സാധിക്കണം, അല്ലെങ്കിൽ സാധിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക. സെറ്റല്ലേ? വരച്ചെടുക്കുക. ദെൻ മറ്റ് ഫാക്ടറികളിലേക്ക് പോവാം. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ആൻഡ് ഇൻഎക്സ്പെൻസീവ് ടു ഇൻസ്റ്റാൾ. അപ്പോൾ നമുക്കിതിനെ ഇൻസ്റ്റാൾ ചെയ്യുവാൻ വളരെയധികം ചിലവ് കുറവാണ്. വളരെ കുറച്ച് ഒരു സെൻട്രൽ കേബിൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. വലിയ കൂടുതൽ വില കൂടിയ ഉപകരണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാനും വളരെയധികം സിമ്പിളാണ്. ലളിതമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇഫ് ദ മെയിൻ കേബിൾ ബ്രേക്സ് ദ എൻറ്റയർ നെറ്റ്വർക്ക് ഗോസ് ഡൗൺ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. മെയിൻ കേബിളിന് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ, ആ ബസ്സിന് അല്ലെങ്കിൽ സെൻട്രൽ കേബിളിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ ടെക്നിക്കൽ പേര് എന്ന് പറയുമ്പോഴത്തേക്ക് ട്രങ്ക് ലൈൻ, ആ ട്രങ്ക് ലൈൻ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എൻറ്റയർ നെറ്റ്വർക്ക് എന്ത് ചെയ്യും, അടിച്ചു പോകും. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. ദെൻ ഡിഫിക്കൽട്ട് ടു ട്രബിൾ ഷൂട്ട്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിച്ചെടുക്കുവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു ബസ് ടോപ്പോളജിയിൽ. Then data collisions are common as all devices share the same medium. ഇവിടെ ഡാറ്റ കൊളിഷൻസ് നടക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഡാറ്റ കൊളിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഡിവൈസസ് അവരുടെ ഡാറ്റാസ് സെൻഡ് ചെയ്യുവാനായിട്ട് ഒരു സെയിം കേബിൾ ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ സിഗ്നൽസ് തമ്മിൽ ഇന്റർഫറൻസ് നടക്കുവാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ ഇന്റർഫറൻസ് നടന്നു കഴിഞ്ഞാൽ ഡാറ്റ ലോസ് പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഇതിനാണ് ഡാറ്റ കൊളിഷൻസ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. മൾട്ടിപ്പിൾ ഡിവൈസസ് ഒരു സെയിം കേബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഡിവൈസസിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഇന്റർഫറൻസ് ഉണ്ടാക്കുവാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡാറ്റ പാക്കറ്റ് ലോസ് ആവും കേട്ടോ. ഒരു സെൻട്രലിൽ നിന്നും ഒരു റിസീവറിലേക്ക് നമ്മളൊരു ഡാറ്റ അയക്കുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് റിസീവറിന് ആ ഡാറ്റ കിട്ടണം എന്ന് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. അതാണ് ഇവിടെ ഡാറ്റ കൊളിഷൻസ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. ഇതിന്റെ ഒരു അനാലോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സിംഗിൾ റോഡ് വിത്ത് ഹൗസസ് കണക്റ്റഡ് എലോങ് ഇറ്റ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ റോഡ്, ആ സിംഗിൾ റോഡിന്റെ ഇരുവശത്തും വീടുകളുണ്ട്. ആ ഒരു സെയിം എക്സാമ്പിൾ തന്നെ ഈ ഒരു ബസ് ടോപ്പോളജി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതിയാവും കേട്ടോ. ദെൻ ഇത് പ്രധാനമായിട്ടും ഈ ബസ് ടോപ്പോളജി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സ്മോൾ ടെമ്പററി നെറ്റ്വർക്ക്സ്, താൽക്കാലിക നെറ്റ്വർക്കുകൾ ഇംപ്ലിമെന്റ് ചെയ്യുവാനും ചെറിയ നെറ്റ്വർക്കുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുവാനും നമ്മൾ ബസ് ടോപ്പോളജി എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതാണ് ബസ് ടോപ്പോളജി. നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക.
നമുക്ക് മെല്ലെ അടുത്ത ടോപ്പോളജി ആയ സ്റ്റാർ ടോപ്പോളജിയിലേക്ക് പോവാം. എന്താണ് സ്റ്റാർ ടോപ്പോളജി എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഓൾ ഡിവൈസസ് ആർ കണക്റ്റഡ് ടു എ സെൻട്രൽ ഹബ് ഓർ സ്വിച്ച്. ഇവിടെ ഈ സ്റ്റാർ ടോപ്പോളജിയിൽ ഈ നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ ഡിവൈസുകളെയും അല്ലെങ്കിൽ നോഡുകളെയും ഒരു സെൻട്രൽ ഹബ്ബ് അല്ലെങ്കിൽ ഒരു സ്വിച്ചിലായിരിക്കും എന്തിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. ഹബ്ബ് എന്താണ്, സ്വിച്ച് എന്താണ് എന്നുള്ളതും കൂടി അറിയുക. ഹബ്ബ്, സ്വിച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഡിവൈസസ് ആണ്. ഒരു നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ ഡിവൈസുകളെയും തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസുകളെയാണ് ഹബ്ബ് എന്നും സ്വിച്ച് എന്നും പറയുന്നത്. നിലവിൽ നെറ്റ്വർക്കിംഗ് ചെയ്യുമ്പോഴത്തേക്ക് ഹബ്ബ് അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. എല്ലാവരും സ്വിച്ചാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഹബ്ബിലും സ്വിച്ചിലും ഒക്കെ കണക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പോർട്ടുകളുണ്ട്. ആ പോർട്ടുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ നെറ്റ്വർക്കിനകത്ത് എത്ര ഡിവൈസസ് കണക്ട് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ. അത് വ്യത്യസ്ത എണ്ണം പോർട്ടുകൾ അവൈലബിൾ ആണ്. 8 പോർട്ടുണ്ട്, 16 പോർട്ടുണ്ട്, 32 പോർട്ടുണ്ട്, 62 പോർട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡിവൈസസിനെ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. സോ ഹബ്ബ് എന്താണ്, സ്വിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിവൈസസിനെ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ഡിവൈസസ് ആണ്. സ്വിച്ച് ആണ് നിലവിൽ എന്ത് ചെയ്യുന്നത്, നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കമ്മ്യൂണിക്കേഷൻ പാസസ് ത്രൂ ഹബ്ബ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഉള്ള ഏതൊരു ഡിവൈസസിൽ നിന്നും നമ്മളൊരു ഡാറ്റ അയച്ചാലും ഹബ്ബ് വഴിയായിരിക്കും എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇപ്പോൾ ഞാൻ ഈ വരയ്ക്കുന്നത് എന്താണ്, ഒരു ഹബ്ബ് അല്ലെങ്കിൽ ഒരു സ്വിച്ച് ആണ്. ഞാൻ തൽക്കാലത്ത് ഈ ഹബ്ബ് എന്ന് എന്ത് ചെയ്യുകയാണ്, ലേബിൾ ചെയ്യുകയാണ്. ഈ ഹബ്ബിലായിരിക്കും ഈ ഒരു നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിനെയും ഡിവൈസസിനെയും എല്ലാം എന്ത് ചെയ്യുന്നത്, നമ്മൾ കണക്ട് ചെയ്യുന്നത്. എ, ബി, സി, ഡി, ഇ, എഫ് ഇതെല്ലാം എന്താണ്, കമ്പ്യൂട്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ വ്യത്യസ്ത ഡിവൈസസ് ആണ് കേട്ടോ. ഈ ഡിവൈസസിനെ എല്ലാം ഈ ഒരു സെൻട്രൽ ഹബ്ബിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനെയാണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കിയേ നിങ്ങൾ, ഒരു സ്റ്റാറിന്റെ ഒരു സ്ട്രക്ചർ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഈ ഒരു ഒറ്റ പടം എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. അതായത് മനസ്സിലാക്കുക, എല്ലാ ഡിവൈസസിനെയും ഒരു നെറ്റ്വർക്കിനകത്ത് നമ്മൾ കണക്ട് ചെയ്യുന്ന എല്ലാ നോഡുകളെയും ഒരു സെൻട്രൽ ഹബ്ബിലോ സ്വിച്ചിലോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, സ്റ്റാർ ടോപ്പോളജി എന്ന് എന്ത് ചെയ്യാം, പറയാം. ഈ ഒരു പടം റഫ് ആയിട്ടൊന്ന് വരച്ചെടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാര്യം എന്താണ് എന്നുള്ളത് പിടികിട്ടും. പിന്നെ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു സെൻട്രൽ ഹബ്ബിന് എന്തെങ്കിലും പ്രശ്നം, ഡാമേജ് വന്നു കഴിഞ്ഞാൽ എൻറ്റയർ നെറ്റ്വർക്ക് എന്ത് ചെയ്യും, അടിച്ചു പോകും കേട്ടോ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ എയിൽ നിന്നും ഡിയിലേക്ക് ഒരു ഡാറ്റ അയച്ചു കഴിഞ്ഞാൽ എയിൽ നിന്നും ഡയറക്റ്റ് ഡിയിലേക്ക് പോകത്തില്ല. എയിൽ നിന്നും ആദ്യം ഈ ഒരു സെൻട്രൽ ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ചിലേക്ക് പോയതിനു ശേഷം അവിടെ നിന്നാണ് ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്ക് ഇതിന് എന്ത് ചെയ്യുന്നത്, റൂട്ട് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു സെൻട്രൽ ഹബ്ബിനോ സ്വിച്ചിനോ എന്തെങ്കിലും ഫെയിലർ വന്നു കഴിഞ്ഞാൽ ആ എൻറ്റയർ നെറ്റ്വർക്ക് കൊണ്ട് യാതൊരു അർത്ഥവും പിന്നീട് ഉണ്ടാവുന്നില്ല കേട്ടോ. അത് മനസ്സിലാക്കുക. ഇതാണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ ആണ് ഇപ്പോൾ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. ദെൻ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈസി ടു ആഡ് ന്യൂ ഡിവൈസസ്. പുതിയ ഡിവൈസുകൾ ഇതിലോട്ട് ആഡ് ചെയ്യുവാൻ വളരെയധികം എളുപ്പമാണ്. ദെൻ ഫെയിലർ ഓഫ് വൺ ഡിവൈസ് ഡസ് നോട്ട് അഫക്ട് ദ അതേഴ്സ്. അതായത് ഇപ്പോൾ ഈ ഒരു ഹബ്ബിൽ അല്ലെങ്കിൽ സ്വിച്ചിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവുമല്ലോ. ആ കമ്പ്യൂട്ടറുകളിൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറോ ഡിവൈസോ കേടായി കഴിഞ്ഞാൽ ഓവറാൾ നെറ്റ്വർക്കിനെ അത് എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. സ്വിച്ചിനോ ഹബിനോ പ്രശ്നം വന്നാൽ മാത്രമേ ഓവറാൾ നെറ്റ്വർക്കിനെ അത് ബാധിക്കുകയുള്ളൂ കേട്ടോ. അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ദെൻ ഡിസഡ്വാൻറ്റേജസ്, പോരായ്മ. ഹബ്ബ് ഫെയിലർ അഫക്ട്സ് ദ എൻറ്റയർ നെറ്റ്വർക്ക്. ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ചിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ എൻറ്റയർ നെറ്റ്വർക്കും എന്ത് ചെയ്യും, അടിച്ചു പോകും. ദെൻ റിക്വയർസ് മോർ കേബിൾ ദാൻ ബെസ്റ്റ് ടോപ്പോളജി. നമ്മൾ നേരത്തെ പഠിച്ച ബെസ്റ്റ് ടോപ്പോളജിയിൽ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ അളവിലുള്ള കേബിൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഈ ഒരു ടോപ്പോളജി സെറ്റപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ബെസ്റ്റ് ടോപ്പോളജി അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കാശ് മുടക്കിയാൽ മാത്രമേ ഈ ഒരു സ്റ്റാർ ടോപ്പോളജി നമുക്ക് ഒരു ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലോ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് മെല്ലെ അടുത്ത ടോപ്പോളജിയിലേക്ക് പോവാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിംഗ് ടോപ്പോളജി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഓരോ ടോപ്പോളജിയും പഠിക്കുന്നു. ആ ടോപ്പോളജിയുടെ പേരിൽ നിന്ന് തന്നെ അത്യാവശ്യം ഇതിനെക്കുറിച്ചൊരു ഐഡിയ നമുക്ക് കിട്ടും കേട്ടോ, ഒരു ധാരണ നമുക്ക് കിട്ടും. റിംഗ് ടോപ്പോളജി എന്താണെന്ന് നോക്കാം. ഈച്ച് ഡിവൈസ് ഈസ് കണക്റ്റഡ് ടു 2 other devices ഫോമിങ് എ റിംഗ്. ഒരു റിംഗിന്റെ രൂപത്തിലാണ് ഇവിടെ ഓരോ ഡിവൈസസിനെയും നമ്മൾ ഈ ഒരു നെറ്റ്വർക്കിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കേ. ഇതിനെ ഞാൻ എ എന്ന് ലേബിൾ ചെയ്തു, ഇത് ബി,
സി ഡി. നോക്കിയേ, ഒരു റിംഗ് സ്ട്രക്ചറിലാണ്, ഒരു റിംഗിന്റെ സ്ട്രക്ചറിലാണ് ഇവിടെ നെറ്റ്വർക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ABCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഡിവൈസസ് ആണ് കേട്ടോ. ഇപ്പോൾ എയിൽ നിന്നും ബിയിലേക്കും സിയിലേക്കും ഡിയിലേക്കും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ അയക്കുവാനായിട്ട് സാധിക്കും. ഈച്ച് ഡിവൈസ് ഈസ് കണക്റ്റഡ് ടു 2 other devices ഫോമിങ് എ റിംഗ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അറ്റ് എ ടൈം ഡാറ്റ ഒരു ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മൾട്ടിപ്പിൾ ഡയറക്ഷനിലേക്ക് അറ്റ് എ ടൈം നമുക്ക് ഡാറ്റാസിനെ അല്ലെങ്കിൽ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല കേട്ടോ. അറ്റ് എ ടൈം ഓൺലി 1 ഡയറക്ഷനിലേക്ക് മാത്രമേ ഡാറ്റ ട്രാൻസ്ഫറിങ് എന്ത് ചെയ്യുകയുള്ളൂ, നടക്കുകയുള്ളൂ. ഇതാണ് റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത് കേട്ടോ. ഞാനിപ്പോ എയിൽ നിന്നും സിയിലേക്ക് ഒരു ഡാറ്റ അയക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എയിൽ നിന്നും ആദ്യം ഈ ഡാറ്റ എങ്ങോട്ടേക്ക് വരും, ബിയിലേക്ക് വരും. ബിയിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സിയിലേക്ക് ഡാറ്റ വരികയുള്ളൂ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. മറ്റൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിംഗ് ടോപ്പോളജിക്ക് അകത്തുള്ള ഏതെങ്കിലും ഒരു ഡിവൈസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ ആ ഡിവൈസ് വരെ മാത്രമേ സിഗ്നൽ പോവുകയുള്ളൂ, അതിനപ്പുറം എന്ത് ചെയ്യില്ല, പോവില്ല. എനിക്കിപ്പോൾ എയിൽ നിന്നും സിയിലേക്ക് ഒരു ഡാറ്റ അയക്കണം. ഈ ബി ഫെയിലായി കഴിഞ്ഞാൽ ഈ ഡാറ്റ എന്ത് ചെയ്യില്ല, ബി കഴിഞ്ഞ് സിയിലേക്ക് വരികയില്ല. ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഒരു റിംഗ് ടോപ്പോളജിക്ക് ഉണ്ട് കേട്ടോ, മനസ്സിലാക്കുക. അപ്പോൾ ഒരു റിംഗിന്റെ ആകൃതിയിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന ആ ഒരു ടോപ്പോളജിയാണ് നമ്മൾ റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. അറ്റ് എ ടൈം ഒരു സിംഗിൾ ഡയറക്ഷനിലേക്ക് മാത്രമേ ഡാറ്റ ട്രാൻസ്ഫറിങ് എന്ത് ചെയ്യുന്നുള്ളൂ, നടക്കുന്നുള്ളൂ കേട്ടോ. ഈ ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യുക, നോക്കി മനസ്സിലാക്കി വെക്കുക. ദെൻ ഡാറ്റ ട്രാവേഴ്സ് ഇൻ എ യൂണിഡയറക്ഷണൽ ഓർ ബൈഡയറക്ഷണൽ ലൂപ്പ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, സിമ്പിൾ ടു ഇൻസ്റ്റാൾ ചെയ്യുവാൻ വളരെയധികം എളുപ്പമാണ് കേട്ടോ. വളരെ ലളിതമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇൻസ്റ്റാൾ ചെയ്യുവാനായിട്ട് സാധിക്കും. ബെറ്റർ പെർഫോമൻസ് ദാൻ ബസ് അണ്ടർ ഹെവി ലോഡ് കേട്ടോ. അപ്പൊ ബസ് ടോപ്പോളജി അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹെവി ലോഡൊക്കെ ആണ് എന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പോളജിയാണ് റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഫെയിലർ ഓഫ് 1 ഡിവൈസ് ക്യാൻ അഫക്ട് ദ ഹോൾ നെറ്റ്വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിവൈസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ എൻ്റയർ നെറ്റ്വർക്കിനെ, ആ മുഴുവൻ നെറ്റ്വർക്കിനെയും അത് എന്ത് ചെയ്യാം, ബാധിക്കാം. ഞാൻ നേരത്തെ ആ ഒരു പടം ഡിഫൈൻ ചെയ്തപ്പോൾ പറഞ്ഞല്ലോ, എയിൽ നിന്നും സിയിലേക്ക് ഞാനൊരു ഡാറ്റ അയക്കുകയാണ്. എയിൽ നിന്നും സിയിലേക്ക് ഞാൻ ഡാറ്റ അയക്കുമ്പോൾ ഈ ഡാറ്റ ബിയിലേക്ക് വന്നതിന് ശേഷമേ സിയിലേക്ക് വരത്തുള്ളൂ. ഇതിനിടയ്ക്കുള്ള ബിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ സിയിലേക്ക് ആ ഡാറ്റ വരില്ല. അതാണ് പറയുന്നത്, ഈ ഒരു റിംഗ് ടോപ്പോളജിക്കകത്തുള്ള ഏതെങ്കിലും ഒരു ഡിവൈസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ എൻ്റയർ നെറ്റ്വർക്കിനെ അത് എന്ത് ചെയ്യാം, ബാധിച്ചേക്കാം കേട്ടോ. ദെൻ ഡിഫിക്കൽട്ട് ടു ട്രബിൾ ഷൂട്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ട്രബിൾ ഷൂട്ട് ചെയ്യുവാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ് എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ആ ഓരോ ടോപ്പോളജിയുടെയും സ്ട്രക്ചർ, നമുക്ക് ആ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോ നെറ്റ്വർക്കും അല്ലെങ്കിൽ ഓരോ ടോപ്പോളജിയും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് ടോപ്പോളജിയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് മറ്റൊരു കാര്യം പറയാനായിട്ടുണ്ട്. CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയ്ക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇത് ഓരോ വർഷവും 3 തവണ ഈ CSEB ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്, അല്ലെങ്കിൽ പരീക്ഷകളും നടക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ ഇതിന്റെ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 31 തീയതിയാണ്. അവസാന ഡേറ്റ് വരെ ഒന്നും ആരും കാത്തിരിക്കരുത്. ഈ ഒരു വീഡിയോ കാണുന്ന ആ സമയത്ത്, അല്ലെങ്കിൽ ആ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ PSC സൈറ്റിൽ കയറി, തുളസിയിൽ കയറി നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് അപ്ലൈ ചെയ്യുക. അവസാന ഡേറ്റ് വരെ ഒന്നും ആരും കാത്തിരിക്കരുത് കേട്ടോ. ഓഗസ്റ്റ് 31 തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. മിക്ക ഉദ്യോഗാർത്ഥികളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു തിരക്കിൽ ചിലപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് വിട്ടുപോകും കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിന്റെ ഒരു എക്സാം എന്ന് പറയുമ്പോഴത്തേക്ക് വളരെയധികം സിമ്പിൾ ആണ്. നമ്മുടെ ഈ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, കമ്പ്യൂട്ടർ ബേസിക്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുവിധം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ടോപ്പിക് കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഒരു പുതിയ ബാച്ച് 6 മാസത്തെ ഒരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. 6 മാസത്തെ ഒരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ഈ ഒരു നോട്ടിഫിക്കേഷന്റെ എക്സാം നമുക്കൊരു 3 മാസം കഴിഞ്ഞൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ 6 മാസത്തെ ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്ത എക്സാം കഴിഞ്ഞിട്ട് വീണ്ടും എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ ആ എക്സാമിന് കൂടി വളരെ നന്നായിട്ട് ഉപകാരപ്പെടത്തക്ക രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്നും ക്ലാസ്സുകൾ ലഭിക്കുക.
മാത്രമല്ല നമുക്കൊരു മറ്റൊരു സന്തോഷ വാർത്ത പറയേണ്ടത് നമ്മുടെ ലാസ്റ്റ് ബാച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ ബാച്ചിൽ പഠിച്ച് ഇറങ്ങിയ ഉദ്യോഗാർത്ഥികളിൽ പലർക്കും വളരെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മികച്ച രീതിയിൽ തന്നെ നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ സാധിച്ചു. മാത്രമല്ല അവരെല്ലാം മികച്ച രീതിയിൽ തന്നെ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളും നല്ല രീതിയിൽ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തി റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലി വാങ്ങുവാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഒക്കെ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ക്ലാസ്സിൽ ജോയിൻ ചെയ്യുവാനും കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക 8921440580. ദെൻ നമുക്ക് നെക്സ്റ്റ് ടോപ്പോളജിയിലേക്ക് പോവാം. മെഷ് ടോപ്പോളജി. ഇതാണ് മെഷ് ടോപ്പോളജി കേട്ടോ. ഈ മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരി ഡിവൈസ് ഈസ് കണക്റ്റഡ് ടു എവരി അതർ ഡിവൈസ്. നമ്മൾ നേരത്തെ പഠിച്ച ടോപ്പോളജിയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ ഡിവൈസുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. ഓരോ ഡിവൈസിനും ഡയറക്റ്റ് ആയിട്ട് തന്നെ ഡാറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിനെയാണ് നമ്മൾ മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇതിന്റെ സ്ട്രക്ചർ നമുക്ക് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. എ എന്ന് ലേബൽ ചെയ്തു, ബി, സി, ഡി. എയിൽ നിന്നും ബിയിലേക്ക് കണക്ഷൻ ഉണ്ട്, ബിയിൽ നിന്നും സിയിലേക്ക് കണക്ഷൻ ഉണ്ട്, സിയിൽ നിന്നും ഡിയിലേക്ക് കണക്ഷൻ ഉണ്ട്, ഡിയിൽ നിന്നും എയിലേക്കും കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എയിൽ നിന്നും ഡയറക്റ്റ് സിയിലേക്കും കണക്ഷൻ ഉണ്ട്, ബിയിൽ നിന്നും ഡയറക്റ്റ് ഡിയിലേക്കും കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു പടം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇവിടെ എ ബി സി ഡി എന്ന് പറയുന്ന ഡിവൈസസ് ഈ ഒരു നെറ്റ്വർക്കിനകത്തുണ്ട്. ഈ നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ ഡിവൈസസ് തമ്മിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എയിൽ നിന്നും ബിയിലേക്ക് കണക്ഷൻ ഉണ്ട്, ബിയിൽ നിന്നും സിയിലേക്ക് കണക്ഷൻ ഉണ്ട്, ബിയിൽ നിന്നും ഡിയിലേക്കും കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഓരോ ഡിവൈസസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, ലിങ്ക്ഡ് ആണ്. ഇതിനെയാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച ടോപ്പോളജീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതൊരു പർട്ടിക്കുലർ സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ ഒരു ഡിസൈർഡ് ഡിവൈസിലേക്ക് എന്ത് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ സിഗ്നൽ ചെല്ലുന്നത്. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഓരോ ഡിവൈസസിനും നമുക്ക് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുവാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു വസ്തുത കൂടി പറയാനുണ്ട്, ഇത് എക്സ്പെൻസീവ് ആണ് കേട്ടോ, ഉണ്ടാക്കിയെടുക്കുവാൻ എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ കോംപ്ലക്സിറ്റി കൂടുതലാണ് കേട്ടോ, കോംപ്ലക്സിറ്റി കൂടുതലാണ്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ട്രബിൾ ഷൂട്ട് ചെയ്യാനായിട്ട് പാടാണ്. മാത്രമല്ല ഈ ഒരു നെറ്റ്വർക്കിനകത്ത് ഇത്രയും കേബിളിങ്സ് ഉണ്ട്, ഇത്രയും ലിങ്കുകൾ പിടിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് കേബിൾസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കാരണം അത്രയും കേബിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഓരോ ഡിവൈസസ് തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. ഇതാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. എവരി ഡിവൈസ് ഈസ് കണക്റ്റഡ് ടു എവരി അതർ ഡിവൈസ്. ഇതാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പടം നന്നായിട്ട് ഓർമ്മയിൽ വെച്ചിരിക്കുക, ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. ക്യാൻ ബി ഫുൾ മെഷ് ഓർ പാർഷ്യൽ മെഷ്. നമുക്ക് ഫുൾ മെഷ് ആയിട്ടും പാർഷ്യൽ മെഷ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു നെറ്റ്വർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഹൈലി റിലയബിൾ ആൻഡ് റോബസ്റ്റ് കേട്ടോ. വളരെയധികം റിലയബിളും റോബസ്റ്റുമാണ്. ഈ റോബസ്റ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിവൈസ് അടിച്ചു പോയി കഴിഞ്ഞാൽ ഓവറാൾ നെറ്റ്വർക്കിനെ എന്ത് ചെയ്യില്ല, അത് ബാധിക്കില്ല. അത്തരം കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ റോബസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേം എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇഫ് എനി ഓൺ ഡിവൈസ് ഫെയിൽസ് ഇറ്റ് കനോട്ട് വർക്ക്, കനോട്ട് അഫക്ട് അതർ ഡിവൈസസ് കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിവൈസിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാലും മറ്റ് ഡിവൈസിനെ എന്ത് ചെയ്യില്ല, അത് അഫക്ട് ചെയ്യില്ല. ഡാറ്റ ക്യാൻ ടേക്ക് മൾട്ടിപ്പിൾ പാത്സ്. അപ്പൊ ഡാറ്റയ്ക്ക് മൾട്ടിപ്പിൾ പാത്സ്, മൾട്ടിപ്പിൾ വഴികളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റാസ് ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. കാരണം എന്താണ്, എല്ലാ ഡിവൈസസും എന്താണ്, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് കേട്ടോ. ഇനി ഒരു ഡിസ്അഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ഡ്യൂ ടു കേബിളിംഗ്. നമുക്ക് ഒരുപാട് എമൗണ്ട് ഓഫ് കേബിളിംഗ് വേണ്ടി വരുന്നുണ്ട്, അതുകൊണ്ട് വളരെയധികം എക്സ്പെൻസീവ് ആണ്. ദെൻ കോംപ്ലക്സ് ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻ്റനൻസ്. ഇൻസ്റ്റലേഷൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, മെയിൻ്റനൻസും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ച് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററിനെ കൊണ്ട് മാത്രമേ അത് റെക്ടിഫൈ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ട്രീ ടോപ്പോളജി. ഇതിനെ നമുക്ക് ഹെറാറിക്കൽ ടോപ്പോളജി എന്നും പറയാം. എ കോമ്പിനേഷൻ ഓഫ് സ്റ്റാർ ആൻഡ് ബെസ്റ്റ് ടോപ്പോളജി. ബെസ്റ്റ് ടോപ്പോളജിയുടെയും സ്റ്റാർ ടോപ്പോളജിയുടെയും ഒരു കോമ്പിനേഷൻ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ട്രീ ടോപ്പോളജി എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലാക്കുക, ഇതൊരു സെൻട്രൽ ഹബ്ബാണ്.
കണ്ടോ, ഞാൻ ഈ താഴെ വരച്ചത് എന്താണ്? സ്റ്റാർ ടോപ്പോളജിയും മുകളിലുള്ള എന്താണ്? ബെസ്റ്റ് ടോപ്പോളജിയുമാണ്. അപ്പോൾ ബെസ്റ്റ് ടോപ്പോളജിയുടെയും സ്റ്റാർ ടോപ്പോളജിയുടെയും കോമ്പിനേഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ പറയുക ട്രീ ടോപ്പോളജി ആണ് എന്ത് ചെയ്യുക പറയുക. ഹെറാറിക്കൽ ടോപ്പോളജി, ഒരു റൂട്ട് ഉണ്ടാവും, ആ റൂട്ടിൽ നിന്നും കുറേ ബ്രാഞ്ചസ് ഉണ്ടാവും കേട്ടോ. ബ്രാഞ്ചുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെറ്റ്വർക്കിനെ ഇംപ്ലിമെന്റ് ചെയ്യുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഡിവൈസസിനെ അറ്റാച്ച് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ട്രീ ടോപ്പോളജി എന്ന് പറയാം. Groups of star configured networks are connected to a linear bus backbone. കേട്ടോ, ഗ്രൂപ്പ്സ് ഓഫ് സ്റ്റാർ കോൺഫിഗേർഡ് നെറ്റ്വർക്ക്സ് ആർ കണക്റ്റഡ് ടു എ ലീനിയർ ബസ് ബാക്ക്ബോൺ. ഒരു ബസ് ടോപ്പോളജിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൂപ്പ്സ് ഓഫ് സ്റ്റാർ നെറ്റ്വർക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും? അറ്റാച്ച് ചെയ്യുവാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിനാണ് ട്രീ ടോപ്പോളജി എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? സ്കാലബിൾ ആൻഡ് ഈസി ടു മാനേജ്. സ്കാലബിൾ എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും നമുക്ക് ഈ നെറ്റ്വർക്കിന് എന്ത് ചെയ്യാൻ പറ്റും? വലുതാക്കുവാനായിട്ട് സാധിക്കും. പുതിയ പുതിയ ഡിവൈസസിനെ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കാം കേട്ടോ. ദെൻ മാനേജ് ചെയ്യാൻ വളരെയധികം ഈസിയാണ്. ഫോൾട്ട് ഐസൊലേഷൻ ഈസ് ഈസിയർ. നമുക്ക് എന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ബാക്ക് ബോൺ കേബിൾ ഫെയിലർ അഫക്ട്സ് ദ എൻറ്റയർ നെറ്റ്വർക്ക്. ഈ ബാക്ക് ബോൺ ആയിട്ടുള്ള ആ ഒരു കേബിൾ ഉണ്ടല്ലോ, ആ ഒരു ബസ് കേബിൾ, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരു ഓവറാൾ നെറ്റ്വർക്കിനെ ബാധിച്ചേക്കാം. റിക്വയർസ് മോർ കേബിൾ, കൂടുതൽ കേബിളും ആവശ്യമായിട്ട് വരാം. ഇതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് മെല്ലെ അടുത്ത ടോപ്പോളജിയിലേക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈബ്രിഡ് ടോപ്പോളജി. ഹൈബ്രിഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ ഒബ്ജക്ട്സ്. ഒന്നിലധികം ഒബ്ജക്റ്റുകളുടെ കോമ്പിനേഷനെ നമുക്ക് ഹൈബ്രിഡ് എന്ന് എന്ത് ചെയ്യാം? പറയാം കേട്ടോ. എ കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ ഡിഫറെന്റ് ടോപ്പോളജീസ്. ഒന്നോ അതിലധികമോ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പോളജീസിന്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്. യൂസ്ഡ് ഇൻ ലാർജ് ഓർഗനൈസേഷൻ, വലിയ വലിയ സ്ഥാപനങ്ങളുടെ നെറ്റ്വർക്ക് ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടോപ്പോളജിയാണ് ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ആൻഡ് സ്കാലബിൾ കേട്ടോ. ഫ്ലെക്സിബിളുമാണ് സ്കാലബിളുമാണ്. പുതിയ പുതിയ ഡിവൈസസ് അല്ലെങ്കിൽ നെറ്റ്വർക്കുകൾ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം? ആഡ് ചെയ്തുകൊണ്ടേയിരിക്കാം. അതുപോലെ കമ്പൈൻസ് ബെനിഫിറ്റ്സ് ഓഫ് മൾട്ടിപ്പിൾ ടോപ്പോളജീസ്. ഒന്നിലധികം ടോപ്പോളജീസിന്റെ ബെനിഫിറ്റ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കമ്പൈൻ ചെയ്യുവാനായിട്ട് സാധിക്കും. ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കോംപ്ലക്സ് ഡിസൈൻ. ഇതിന്റെ ഡിസൈൻ വളരെയധികം കോംപ്ലക്സ്ഡ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവുമാണ്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടുമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നെറ്റ്വർക്ക് ടോപ്പോളജി എന്താണ് എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടോപ്പോളജി പഠിക്കുവാൻ വളരെയധികം സിമ്പിൾ ആണ്. ഞാൻ വരച്ച് കാണിച്ച ആ ഒരു സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വരച്ചാൽ തന്നെ ആ ഒരു ടോപ്പോളജി മുഴുവനുമായിട്ട് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.